ദേവി മാഹാത്മ്യത്തിൽ വിവരിക്കുന്നത് പോലെ ദേവി ശരിക്കും ഹിമാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട് അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ടോ? എന്താ ഇതിൽ സംശയിക്കണത്? ഹിമാലയത്തിലാണ് ഇപ്പൊ നിഗ്രഹിച്ചത്, ഹിമാലയത്തിലൊന്നും അല്ല. എവിടെ അസുരന്മാരുണ്ട് അവിടെയൊക്കെ നിഗ്രഹിച്ചിട്ടുണ്ട്. ഇത് ഹിമാലയത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അസുരന്മാർ അങ്ങോട്ട് പോവാതിരുന്ന പ്രശ്ന. അവർക്ക് ഇഷ്ടം പോലെ കേരളത്തിലൊക്കെ വിഹരിക്കാം, തമിഴ്നാട്ടിൽ വിഹരിക്കാം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. ദേവി ആസുര നിഗ്രഹം ചെയ്യുന്നത് ഹിമാലയത്തിൽ മാത്രമല്ല, എവിടെ അസുരന്മാരുണ്ടോ അവിടെയൊക്കെ ഒരു പരിധി വരെയൊക്കെ കാത്തു വെക്കും, ഒരു പരിധി വരെയൊക്കെ ക്ഷമിക്കും. അതിപ്പോ ഈ മുല കൊടുക്കണ കുട്ടികൾ, അമ്മമാര്, പാല് കുടിക്കേണ്ടുന്ന കുട്ടി കുടിക്കാതെ കടിച്ചാലോ കുറച്ചൊക്കെ അമ്മ സഹിക്കും, അമ്മയല്ലേ. എന്നാ കടി ശക്തമാക്കിയാലോ, വളരെ ശക്തമാക്കി അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാച്ചാലോ അമ്മ സഹിക്കോ? വിവരമില്ലാത്ത അമ്മമാരാണെങ്കിൽ നുള്ളു അടിക്കുകയൊക്കെ ചെയ്യും. വിവരമുള്ള അമ്മയാണെച്ചാൽ മൂക്കൊന്ന് പൊത്തും. മൂക്കൊന്ന് പൊത്തിപ്പിടിച്ചാൽ കുട്ടി ശ്വാസത്തിന് വായ തുറക്കും, തനിക്ക് മോചനം കിട്ടും. ഇല്ലെങ്കിൽ കൂടുതൽ മുറിയായ പിടിച്ചു നീക്കിയാലൊക്കെ. അതെ, ഇതുപോലെ കുറച്ച് കടിയൊക്കെ അമ്മ സഹിക്കും, കുറച്ചൊക്കെ. അത് കഴിഞ്ഞാൽ അമ്മ സഹിക്കില്ല, എവിടെയായാലും. അത് ഹിമാലയത്തിലൊന്നും പോണമെന്നില്ല, അത് ഈ കേരള ആയാലും ഏത് രാജ്യമായാലും ഒരു പരിധി വരെ ഈ പ്രപഞ്ച വ്യവസ്ഥ ഒരു 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 കുഷ്യൻ ഇഫക്റ്റ് ഉണ്ട്, അതുവരെ കാക്കും. അത് കഴിഞ്ഞാൽ കാക്കില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഹിമാലയത്തിലൊന്നും അല്ല അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. അതോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആസുരിക ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള സാങ്കല്പിക കഥകൾ മാത്രമാണോ? അതോ അല്ലല്ല, അസുരനെ നിഗ്രഹിക്കുക തന്നെ ചെയ്യും, ചെയ്തിട്ടുണ്ട്, ചെയ്യും, ഇനിയും ചെയ്യും. അതിന് അമ്മേനെ നല്ലോണം പ്രാർത്ഥിക്കുക, അതാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് വളരെയേറെ കാലമായിട്ടും അധർമ്മത്തിനെതിരെ പൊരുതാൻ ദേവി അവതരിക്കാത്തത്? ആരാ പറഞ്ഞ അവതരിക്കണില്ല എന്ന്? ദേവി ഒരു ഭാവത്തിലേ അവതരിക്കുള്ളോ. നമ്മൾ വിചാരിക്കണ പോലെ എന്താ പട്ടുസാരി ഉടുത്ത് മൂക്കുത്തിയിട്ട് നല്ല കർണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് പലവിധ മാലകളും മറ്റും ധരിച്ചു തന്നെ ദേവി വരുന്നാണോ വിചാരിക്കണത്? അല്ല. ഭഗവതി അമ്മ മഹാമായ പല രൂപങ്ങളിലും ഭാവങ്ങളിലും പലരിലൂടെ പലയിടത്ത് പ്രത്യക്ഷവും. അവരിലൂടെ പ്രവർത്തിച്ച് അസുര നിഗ്രഹം ചെയ്യും, പലരെ പറഞ്ഞയക്കും, പല രൂപങ്ങളിലും ഭാവങ്ങളിലും. തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. വേണ്ടടുത്ത് മതിയിലോ സ്വയം ഇറങ്ങുക. അതും ഏത് രൂപത്തിലാ ഭാവത്തിലാന്ന് അറിയില്ല. അതുകൊണ്ട് ദേവി അവതരിക്കാത്തത് എന്താണെന്നൊന്നും ചോദിക്കണ്ട. അവതരിച്ച ദേവിയെ കൂടുതൽ ശക്തിമത്താക്കി ആസുരിക നിഗ്രഹം ചെയ്യുന്ന രീതിയിലേക്ക് ഓരോരുത്തരും പ്രാർത്ഥനാ സങ്കല്പങ്ങളിലൂടെ ഉയർത്തുക. അത് നമുക്ക് ദേവി മഹാത്മ്യം തുടങ്ങിയവ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഭഗവതിയുടെ വ്യത്യസ്ത ആവിർഭാവം ഉണ്ടാവുന്ന സമയത്ത് തന്നെ ദേവന്മാരും ഋഷിമാരും ഒക്കെ സ്തുതിച്ച് കീർത്തിച്ച് ആസുരിക നിഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത്തരം പ്രാർത്ഥനകൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവുക. ഭഗവത്ഗീതയിലും ധർമ്മം ക്ഷയിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അധർമ്മമല്ലേ എല്ലായിടത്തും മുന്നിട്ട് നിൽക്കുന്നത്? മുന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ധർമ്മം ഇല്ലേ? ധർമ്മം മുന്നിട്ട് നിൽക്കുന്നുണ്ട്, അധർമ്മം മുന്നിട്ട് നിൽക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോ ധർമാധർമ്മ സമ്മിശ്രമായ ഒരു സാമൂഹിക പശ്ചാത്തലമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അധർമ്മം മാത്രമൊന്നുമല്ല. ഭഗവാൻ ഏത് ഭാവത്തിൽ അവതരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ അഥവാ ഈ വ്യവസ്ഥയിൽ ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും രണ്ടും എല്ലാ കാലവും ഉണ്ടാവും. ദൈവീ സമ്പത്ത് മാത്രമായിട്ടൊരു കാലമില്ല,
ആസുരീ സമ്പത്ത് മാത്രമായിട്ടൊരു കാലമില്ല. ഗീതയിൽ പറയും പോലെ ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവച. രണ്ട് ഭൂതസൃഷ്ടികളാണ് ദൈവവും ആസുരവും. ഇതെല്ലാ കാലവും രണ്ടും ഉണ്ടാവും. ഈ രണ്ടിനിടയ്ക്ക് ഒരു സന്തുലിത ഭാവമുണ്ട്. ആ സന്തുലിത ഭാവം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ സന്തുലിത ഭാവത്തിൽ തകരാറ് സംഭവിക്കുമ്പോൾ, ആസുരീ ശക്തിയുടെ വർധനവ് സംഭവിക്കുമ്പോൾ, ഈ സന്തുലിത ഭാവത്തെ പുനഃ ക്രമീകരിക്കുന്നതിന് വേണ്ടി ചില ശക്തി വിശേഷങ്ങൾ ആവിർഭവിക്കും. അത് ഏത് രൂപത്തിലും നമുക്ക് പറയാൻ പറ്റില്ല. അത് മത്സ്യാവണം, അല്ലെങ്കിൽ കൂർമാവണം, അത് വരാഹാവണം, നരസിംഹാവണം, വാമനാവണം, ഒന്നും പറയാൻ പറ്റില്ല. നരസിംഹാവണം ഒന്നും പറയാൻ പറ്റില്ല. വ്യത്യസ്ത ഭാവങ്ങളിൽ. അനന്തരം ആ സന്തുലിത ഭാവത്തെ വീണ്ടെടുക്കും. അങ്ങനെ വീണ്ടെടുക്കപ്പെടുമ്പോൾ ധർമ്മവ്യവസ്ഥ മുന്നോട്ട് പോകും. ഇത് മനസ്സിലാക്കുക. ഇത് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. നിലനിന്നു, നിലനിൽക്കുന്നു, ഇനിയും നിലനിൽക്കും. ഓരോ സന്ദർഭത്തിലും നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് അങ്ങേയറ്റം പ്രശ്നമാണല്ലോ. അതിപ്പോ നമ്മുടെ വിചാരം മാത്ര. വയറുവേദന വന്നപ്പോൾ പറഞ്ഞു, അയ്യോ സഹിക്കാൻ വയ്യ, ഇജ്ജാതി ഒരു വേദന വയ്യാട്ടോ, വേറെ എന്ത് വേദനയാണെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓ അങ്ങനെയാ, എന്നാ പിന്നെ ഞാൻ വയറുവേദന മാറ്റിയിട്ട് പല്ലുവേദന ആക്കി തരാം. പല്ലുവേദന വന്നപ്പോഴോ, അയ്യോ വയറുവേദന മതിയായിരുന്നോ സ്വാമി, പല്ലുവേദന സഹിക്കാൻ വയ്യ, എവിടെ നിന്നൊക്കെയാ വേദന വരുന്നതെന്ന് അറിയില്ല. ഓ അങ്ങനെയാ, എന്നാ പിന്നെ അത് നിർത്തി, ഞാൻ ഒരു കാര്യം ചെവി വേദന ആക്കി തരാം. ഒയ്യോ ചെവി വേദന വന്നപ്പോഴോ, സഹിക്കാൻ വയ്യ, വേറെ ഏത് വേദനയും സഹിക്കാം, ഈ ചെവി വേദന സഹിക്കാൻ വയ്യ സ്വാമി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വേദന വന്നോണ്ടാ പ്രശ്നം, വേറൊരാൾക്കായിരുന്നു വെച്ചാൽ വലിയ പ്രശ്നം ഇല്ല. ഇതെല്ലാ കാലവും ഇങ്ങനെയാ. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് തോന്നും, ഇപ്പൊ മുഴുവൻ അധർമ്മം തോന്നും. BC 300 ചില്ലാനില് ഗ്രീസില് നിലനിന്ന ശിലാലിഖിതം പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ചെറുപ്പക്കാരൊക്കെ മദ്യപാനികളായിരിക്കുന്നു, അച്ഛനമ്മമാരെ ആദരിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ രാജ്യം, ലോകം നശിച്ചു പോയില്ലേ എന്നാ. 2300 ചില്ലാൻ കൊല്ലായിട്ട് നശിച്ചിട്ടൊന്നുമില്ലല്ലോ. കാലം മുന്നോട്ട് പോയി. 500 വർഷങ്ങൾക്ക് മുൻപ്, 500 ചില്ലാൻ വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയാം, പുരന്ദരദാസര് നല്ല ഒന്നാന്തരം ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട്. നമ്മൾ ശാസ്ത്രീയ സംഗീതത്തിന്റെ പിതാവെന്നൊക്കെ മാനിക്കുന്ന പുരന്ദരദാസര്. സത്യവാന്മാർക്ക് ഇത് നല്ല കാലമല്ല, ഇത് കെട്ടവർക്കുള്ള കാലമാണ്, കള്ളം പറയുന്നവർക്കും ചതി ചെയ്യുന്നവർക്കുമാണ് ഈ കാലം നല്ലത്, ഇത് വല്ലാത്ത കഷ്ടകാലം തന്നെ. എന്നിട്ട് പോലും പറ്റിയോ? നമ്മളിപ്പോഴും ജീവിക്കുന്നില്ലേ? ഇതെല്ലാ കാലവും നാട്ടുകാർ പറയും, ഓ ഏറ്റവും അധർമ്മം മൂത്തിരിക്കുക സ്വാമി, ഇനി ഒരുപാട് മൂക്കാണ്ട്, കുറേയും കൂടി മൂക്കട്ടെ, കുറേയും കൂടി പഴുക്കട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ. അല്ലാതെ ഇതിപ്പോ ഇത്രയ്ക്ക് മോശമൊന്നും ആയിട്ടില്ല. ഭഗവാൻ അറിഞ്ഞൂടെ ഇതൊക്കെ? ഒക്കെ ഭഗവാൻ അറിയാം. നമ്മളെ പണിയെടുക്കുക. നമ്മളെ പണി ചെയ്യാണ്ട് ഭഗവാന്റെ പണിയിലേക്കാണ് നോക്കിയിരിക്കണത്. നീ നിന്റെ പണി ചെയ്യ്. ഭഗവാൻ പറഞ്ഞില്ലേ നമ്മളോട്, നീ നിന്റെ പണി എടുക്കുക, എൻ്റെ പണി ഞാൻ എടുത്തോളാം. നീ എന്താ ചെയ്യണത്? നിന്റെ പണി എടുക്കണില്ല, ഞാൻ ചെയ്യണ്ടോ നോക്കിയിരിക്കുക. എന്താ ചെയ്യണത്? എന്തൊരു കഷ്ടം അത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം ചെയ്തോളുക. ഭഗവാൻ എന്താ അവതരിക്കാത്തത്? ഭഗവാൻ അവതരിച്ചുവോ ഇല്ലേ? ഇതൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെടണ്ട. ഞാൻ ചെയ്യേണ്ടത് ചെയ്യണുണ്ടോ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നാ സുഖമായിട്ടിരിക്കാം, പോരാ സുഖമായിട്ട് പോവാം.